നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് നമുക്ക് നോക്കാം. ഈ ഒരു കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രാഡേയിൽ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, പൊസിഷനിലായാലും നിഫ്റ്റിയിലായാലും ഒരു വ്യൂ എന്താണ്, കറണ്ട് ഒരു സെന്റിമെന്റിൽ എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കണം എപ്പോഴും സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇത് മാർക്കറ്റിന്റെ ഒരു മൊമെന്റം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടത്, ട്രേഡിംഗ് പ്ലാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നമ്മളത് സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞതിന്റെ മുൻപത്തെ ആഴ്ചകളിൽ തന്നെ നമുക്ക് 21,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബൈ സെന്റിമെന്റിൽ എന്നാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. സ്ട്രോങ് റെഡ് ക്യാൻഡിൽ വന്നപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. റിവേഴ്സ് ആയിട്ടില്ല, ട്രെൻഡ് റിവേഴ്സ് ആയിട്ടില്ല. ട്രെൻഡ് സ്റ്റിൽ ബൈ ട്രെൻഡിലാണ്. ട്രെൻഡ് റിവേഴ്സ് ആണെങ്കിൽ 22,010 താഴത്തേക്ക് നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് നിലനിർത്തണം. അപ്പോൾ നിഫ്റ്റി ആയാലും 22,010 ഒരു താഴത്തേക്ക് ക്ലോസിംഗ് ബേസിൽ നിലനിർത്തിയില്ല. അത് പ്രത്യേകം നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് നൽകിയിരുന്നത് സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൈക്കാണ്. അതിനെക്കുറിച്ച് നമ്മളത് പറഞ്ഞായിരുന്നു. സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മളൊരു ട്രേഡിംഗ് പ്ലാൻ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായ 21,900 അടുത്തുനിന്ന് ബൈരോ ഓപ്പർച്യൂണിറ്റി നമുക്കത് കിട്ടിയിരുന്നത്. നല്ലൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ഒരിക്കലും ഈ ഒരു റേഞ്ചിൽ ഒരിക്കലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. കാരണം 22,010 താഴെ ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയില്ലെങ്കിൽ നിഫ്റ്റിയിലോ മുകളിലേക്ക് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ് നമ്മൾ എക്സാക്ട് ആയിട്ട് നമുക്കത് കിട്ടിയിരുന്നത്. അതായത് എക്സാക്ട് ആയിട്ട് റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റൈറ്റ് മൊമെന്റ് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നതും നമ്മൾക്ക് കൂടുതലൊരു ആക്യുറസി നമുക്ക് നിലനിർത്തും. ഇപ്പൊ കഴിഞ്ഞ ദിവസമായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിലും വലിയ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് മുകളിലേക്ക് നടത്തി വലിയൊരു ക്ലോസിംഗ് നിലനിർത്തിയപ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം എക്സ്പെക്ട് ചെയ്യരുത്. സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ നൽകുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിൽ നിന്നാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിൽ നിന്നുള്ള ഒരു ബൈക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് അവിടെ നൽകേണ്ടത്. ബാക്കി വരുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനും ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനായിട്ടാണ് ബാക്കിയുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നൽകുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഇപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ തുടക്കത്തിൽ വന്നിരിക്കുന്ന ഒരു ലോ ശ്രദ്ധിക്കുക, 22,206. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22,205 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ സപ്പോർട്ട് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നമ്മളത് പ്രത്യേകം അത് സൂചിപ്പിച്ചായിരുന്നു. ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ നിഫ്റ്റി ശ്രദ്ധിക്കുക. നിഫ്റ്റി ഹയർ ലെവലിലേക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല, ബൈക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ 22,205 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. കാരണം ഇതിന്റെ ഒരു താഴത്തേക്ക് ഒരു അപ്പൊ എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി, കൃത്യമായിട്ടൊരു ട്രെൻഡ് നമുക്കത് എപ്പോഴും കാണിച്ചു തരും. അതിനുശേഷം ആയാലും നിഫ്റ്റിയുടെ 22,194 ക്ലോസിംഗ് കാണിക്കുന്നത്. ഇത് റോങ് ആണ്. എപ്പോഴും ചാർട്ടിലൊരു റോങ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ്, പോസിറ്റീവ് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ട്രെൻഡ് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു ഇൻട്രാഡേയിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഇതിന്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ആണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും.
റെസിസ്റ്റൻസ് ഉണ്ട്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതുപോലെ തന്നെ നിഫ്റ്റിയിലായാലും നമ്മൾ മുൻപ് നൽകിയിരിക്കുന്ന, അതായത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഈ ഒരു ട്രെൻഡ് നിലനിർത്താനായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ട്, അതായത് 22,010 നമ്മൾ പറഞ്ഞിരുന്നത് 22,005 ആയിരിക്കും വരുന്നത്, സപ്പോർട്ട് വരുന്നത്. അതായത് 22,005 ഇതിന്റെ താഴത്തേക്ക് ഡെയിലി ബേസിസിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയുടെ ആയാലും ഇനി ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സിൽ, ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ ഒക്കെ ഇതിന്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും 22,205 താഴത്തേക്ക് നിലനിന്ന ഇൻട്രാഡേയിൽ ചിലപ്പോൾ ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഒരു സാധ്യത ഉണ്ടായിരിക്കും. പക്ഷെ ബയേഴ്സ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, ഇതിന്റെ മുകളിൽ നിലനിർത്താനായിട്ട് ബയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതിന്റെ ഒരു മുകളിൽ നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവാണ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു താഴത്താണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ടുകളൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു സപ്പോർട്ടാണ് വരുന്നത് 22,005 എന്ന് പറയുന്നത്. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. മാർക്കറ്റിന്റെ ഓരോ ദിവസത്തെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ടുകളിൽ മാറ്റം വരും. ഇനി ലോവർ ലെവൽ സപ്പോർട്ടിന് അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് കൊടുക്കരുത്. കാരണം നമ്മൾ 21,900 ആ ലെവലിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യില്ല. കാരണം ഇതിന്റെ താഴത്തേക്ക് ട്രെൻഡ് റിവേഴ്സലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിലും ചേഞ്ച് ആവാണ് ഇതിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് താഴത്തേക്കുള്ള ഒരു പ്രഷർ കുറച്ചും കൂടി ഒരു സ്പീഡായിരിക്കും. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിനനുസരിച്ചാണ് നമ്മൾ ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസിനും റിയാക്ട് ചെയ്യേണ്ടത് പറഞ്ഞത്. മുൻപ് നമ്മൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഓരോ ഡിപ്പിലും ബൈ എടുക്കാനാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇനി ആ ഒരു പ്ലാനിങ് അല്ല ഞാൻ നടത്താം. അതായത് ഇതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാൻ ഇവിടെ അപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഓരോ ദിവസം നൽകുന്ന ഒരു അപ്ഡേറ്റുകൾ അനുസരിച്ച് ഇപ്പൊ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റ് ആയിരിക്കും. പക്ഷെ ഇത് മാർക്കറ്റിനെ മണിക്കൂറുകളോളം മാർക്കറ്റിനെ അനലൈസ് ചെയ്തിട്ടാണ് ജസ്റ്റ് നമുക്കൊരു 3 മിനിറ്റോ 5 മിനിറ്റോ ആ ഒരു പ്ലാൻ തരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ്, എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഹയർ ലെവൽ പോസിറ്റീവ് ആണെന്ന് കരുതി പൊസിഷൻ ഹോൾഡ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റിൽ, അങ്ങനത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ല ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന 22,205 സപ്പോർട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. 22,210 താഴെ ആണ് ക്ലോസിംഗ് ബേസ്. അതായത് ഇൻട്രാഡേയിൽ ചെറിയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിഫ്റ്റി ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, 22,210 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിന്റെ മുകളിലാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇതിന്റെ മുകളിലാണെങ്കിൽ ഒരു കാരണവശാലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഹയർ ലെവല് റെസിസ്റ്റൻസ് ഉണ്ട് 22,270, 22,210. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹയർ ലെവല് ഇനി ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 22,270 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,270 ഒരു മുകളിലാണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 22,270 താഴത്തേക്ക് ഒരു ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് പ്രത്യേകിച്ച് നൽകാനില്ല. ട്രെൻഡ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ 22,110 സപ്പോർട്ട് വരുന്നത്. സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. 22,210 അടുത്തുനിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ താഴെ ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. 22,055 ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിഫ്റ്റിയിലും
ഇത്തരം സപ്പോർട്ടുകൾ ഫോളോ ചെയ്തുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് സെന്റിമെന്റ് മനസ്സിലാക്കുക. കറണ്ട് സെന്റിമെന്റ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. റിവേഴ്സ് ആകണം, ഇൻട്രാഡേ റിവേഴ്സ് ആകണമെങ്കിൽ 22,210 ഒരു താഴത്തേക്ക് വരണം. പൊസിഷനിൽ റിവേഴ്സ് ആകണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് 22,500 താഴെ ക്ലോസ് ചെയ്ത ലോങ് ടൈം ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. കൃത്യം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോസിറ്റീവ് ആണ്, സ്റ്റിൽ പോസിറ്റീവ് ആണ്. അതായത് ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്നത് 46,768 ഇതിൽ കാണിക്കുന്നത്. 46,400, 46,400. ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തിയാലാണ് നെഗറ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആയി ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലായാലും നിലനിർത്തേണ്ട സപ്പോർട്ട് 46,400 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നതിനനുസരിച്ച് പൊസിഷനിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് ഇത് ഇൻട്രാഡേയിൽ നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞത് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്ക് അത്ര ഈസി ആയിട്ട് മുകളിലേക്ക് പോകില്ല, റെസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ബൈലായാലും ഹയർ ലെവലിലേക്ക് അത്ര ഈസി അല്ല നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകം ഇങ്ങനെ തന്നെയാണ് നമ്മളത് പറഞ്ഞിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 47,250, അതുപോലെ തന്നെ 47,360 ഇതാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 47,100ന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 100ന്റെ താഴെയാണെങ്കിൽ 46,950. ഞാനിവിടെ തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ 980 ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 47,100ന്റെ മുകളിലേക്ക് പിന്നീട് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 46,950ന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ 46,750 സപ്പോർട്ട്, 46,500 സപ്പോർട്ട്. 46,500 സപ്പോർട്ടൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 46,400 എന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ കറണ്ട് ഒരു സെന്റിമെന്റിൽ ബൈലായതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ലോവർ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന ബൗൺസ് ചെയ്യാനായിട്ട് ബയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്കാണ് ഈ ഒരു ലെവലിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. കാരണം റെസിസ്റ്റൻസ് ആണ്. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിമെന്റിലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. ഇതനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാം. വലിയ പ്രോഫിറ്റിലേക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.